ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ടോക്സിക് ആൾക്കാരായിട്ട് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, നമ്മുടെ ചുറ്റും നമ്മുടെ സൊസൈറ്റിയിൽ പലതരം ആൾക്കാരുണ്ടാവും. അതിൽ ഒരു കാറ്റഗറിയാണ് ഈ ടോക്സിക് ആൾക്കാരെന്ന് പറയുന്നത്. ആരാണ് ഈ ടോക്സിക് ആൾക്കാർ? അപ്പോൾ നമുക്ക് ചുറ്റും ചിലവർ എപ്പോഴും മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ഉള്ളിൽ നിന്ന് ഭയങ്കര ബിറ്ററാണ്. ഓക്കെ, അവർക്ക് ആരെയും ഇഷ്ടമല്ല, അവർ സ്വയം സന്തോഷമല്ല. ഓക്കെ, അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ സന്തോഷിക്കാനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സഹിക്കില്ല. ഓക്കെ, അപ്പോൾ അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ പറ്റി എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആൾക്കാരാണ്. ഓക്കെ, അപ്പം നമ്മൾ എനിക്കിപ്പോൾ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ടോക്സിക് സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അവരെ അങ്ങനെ വിശ്വസിക്കരുത്, അവരുടെ കൂടെ കൂട്ടുകൂടുന്നത് നല്ലതല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ചില ക്യാരക്ടറിസ്റ്റിക് ടോക്സിക് ആൾക്കാരുടെ അടുത്ത്. മെയിനായിട്ട് അവരെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെ താഴ്ത്തി കാണിക്കാൻ നോക്കും. ഓക്കെ, അപ്പം ഞാൻ എത്ര നല്ലൊരു ഫ്രണ്ട് ആണെങ്കിലും മറ്റുള്ളവർ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ മടിക്കില്ല, എന്നെ താഴ്ത്തി കാണിക്കും, എന്നെ പറ്റി കുറ്റം പറയും മറ്റുള്ളവരോട്. ഇതാണ് ടോക്സിക് ആൾക്കാരുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇത്തരം ആൾക്കാർ നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. പക്ഷേ കഷ്ടകാലത്തിന് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ വീട്ടിലുണ്ടാവാം, നമ്മുടെ ഓർഗനൈസേഷനിൽ, കമ്പനിയിൽ. ഓക്കെ, നമ്മുടെ മാനേജർ ആയിരിക്കാം, നമ്മുടെ കലീഗ്സ് ആയിരിക്കാം, നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിരിക്കാം, ചില ഫ്രണ്ട്സും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി അവരായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കുമ്പോഴും അവർ നമ്മുടെ അടുത്തോണ്ടിരിക്കും. കാരണം അവർക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുറച്ചെങ്കിലും അവരെ എൻ്റർടൈൻ ചെയ്യുന്നത്, കുറച്ചെങ്കിലും അവരുടെ അടുത്ത് സഹാനുഭൂതി കാണിക്കുന്നവരോട് അവർ വേഗം ക്ലോസ് ആവാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ടോക്സിക് ആൾക്കാർ ആയിട്ട് ഇടപഴകുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനാണ്. അത് നമുക്ക് ഡെയിലി ചിലപ്പോൾ കാണേണ്ടി വരുന്നവരായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഒരു ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്യാം. അതായിരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും ഉചിതം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് പോയി. എന്ത് ചെയ്യാം? ഇത് ഞാനൊരു ചെറിയ ബുദ്ധ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ബുദ്ധനെ കാണാൻ ഡെയിലി കുറേ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ബുദ്ധൻ ധ്യാനത്തിലിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധനെ നോക്കിയിട്ട്. ഓക്കെ, നിങ്ങൾ വരും ഫ്രോഡാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബുദ്ധനെ പറ്റി കുറേ ചീത്ത വിളിക്കും. ഓക്കെ, അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് ധ്യാനത്തിൽ നിന്നും ശ്രീ ബുദ്ധൻ മെല്ലെ കണ്ണ് തുറന്ന് എപ്പോഴും ഒരു ആ കാം പുഞ്ചിരിയോടുകൂടി അയാളുടെ മുഖത്തേറ്റ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയാൾക്ക് കുറച്ച് ആശ്ചര്യമായി, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ബുദ്ധന് ദേഷ്യം വരുന്നില്ലല്ലോ എന്ന്. എന്നിട്ട് ബുദ്ധൻ അയാളോട് ചോദിക്കും, ഭയങ്കര ശാന്തമായിട്ട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരാറുണ്ടോ? അപ്പോൾ അയാൾ ഒരു മിനിറ്റ് ആലോചിക്കുന്നത്, എന്തത് ഞാൻ എന്തൊക്കെയോ പറയുന്നു, ബുദ്ധൻ വേറെ എന്താണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയും, എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വരാറുണ്ട്. അപ്പോൾ ശ്രീ ബുദ്ധൻ ചോദിക്കും, നിങ്ങൾ അവർക്ക് വല്ല പാലോ പഴമോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടോ? അവർ പറഞ്ഞു, വീട്ടിൽ വരുന്നവർക്ക് ഞാൻ സൽക്കരിക്കാറുണ്ട്, അതെനിക്കിഷ്ടമാണ്. ശ്രീ ബുദ്ധൻ പറയും, അപ്പോൾ അവർ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞാലോ, അവരത് സ്വീകരിച്ചില്ലെങ്കിൽ അത് ആരുടെ ആവും? ആ ഫ്രൂട്ട്സും അവർക്ക് വെച്ചിരിക്കുന്ന ജ്യൂസൊക്കെ. അപ്പോൾ അയാൾ ഭയങ്കര പുച്ഛത്തോടെ പറയും, അവരെ എടുത്തില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വയ്ക്കും, അത് എൻ്റെ തന്നെയാവും. അപ്പോൾ ശ്രീ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറയും, ഒരു പുഞ്ചിരിയോടുകൂടി പറയും, ഇപ്പം നിങ്ങൾ എനിക്ക് തന്നത് ഓക്കെ ജ്യൂസും പഴങ്ങളുമായിട്ട് ഞാൻ കൺസിഡർ ചെയ്താൽ ഞാനത് സ്വീകരിക്കുന്നില്ല, അപ്പം അത് ആരുടെയായി? അപ്പോൾ ഈ പറഞ്ഞ ചീത്ത മുഴുവൻ അയാൾക്ക് തിരിച്ചു പോയി, അതായത് അയാൾക്ക് തന്നെ ഉള്ളതാണെന്ന്. ശ്രീ ബുദ്ധൻ അത് സ്വീകരിച്ചിട്ടില്ല എന്ന്. ഓക്കെ, അപ്പോൾ അയാൾക്ക് അയാളുടെ പാഠം മനസ്സിലായി. അപ്പോൾ ഇതേപോലെ നമ്മളോട് പലവരും ചീത്ത പറയും, നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരോട് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അത് നമ്മൾ ആ ഫ്രൂട്ട്സ് ഷെയർ ചെയ്യണ പോലെയാവും അവരുടെ കൂടെ. ഓക്കെ, അപ്പോൾ അതൊരിക്കലും പാടില്ല. വളരെ കഷ്ടമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, നമുക്ക് പലതും പറയാൻ തോന്നും, നമ്മളിങ്ങനെ വിങ്ങിപ്പൊട്ടും ചിലപ്പോൾ. പക്ഷേ
നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. കാരണം ദേ ഡോണ്ട് ഡിസേർവ്. ഓക്കെ, നമ്മുടെ ഒരു വാക്ക് പോലും അവർ ഡിസേർവിങ് അല്ല. നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു മിഥ്യയാണ്. നമുക്കൊരിക്കലും ആരെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ആവേണ്ടത് ആരാണ്? നമ്മൾ. അതായത് നമ്മുടെ റെസ്പോൺസ്, മറ്റുള്ളവരോടുള്ള റെസ്പോൺസാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. നമ്മുടെ റിയാക്ഷനാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ആ ചേഞ്ചിലൂടെ ചിലപ്പോൾ അവരവരുടെ പാഠം പഠിച്ച് അവർ മാറി എന്നിരിക്കും. ഓക്കെ, കാരണം കുറേ കാലം ഓക്കെ ഇപ്പോൾ ഓഫീസിൽ ഒരാൾ എന്നെ സ്ഥിരമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജോലി ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാൾ എന്തോ പറഞ്ഞോട്ടെ, ഞാൻ അതിന് മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് ടോട്ടലി ഇഗ്നോർ ചെയ്യണം. അത്രയും സ്ട്രോങ് ആവണം ഞാൻ. ഓക്കെ, ആദ്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്, പക്ഷേ പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. അതിൻ്റെ താക്കോൽ ഒരിക്കലും വേറൊരാളുടെ ഏൽപ്പിക്കരുത്. ഓക്കെ, നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷം, നമ്മുടെ വികാരങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം. ഓക്കെ, മറ്റുള്ളവരെന്തോ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് നമ്മുടെ ദിവസം മുഴുവൻ സ്പോയിലാക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കൺട്രോൾ റീഗെയിൻ ചെയ്തിട്ട്, അയാളുടെ സ്വഭാവം അതാണ്, അയാൾക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ അറിയില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുക. നമ്മൾ കൂടുതലൊന്നും പറയാൻ പോകരുത്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ആർഗ്യുമെൻറ്റിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് യൂഷ്വലി ഈ മാനിപ്പുലേറ്റീവ് ആൾക്കാർ അല്ലെങ്കിൽ ടോക്സിക് ആൾക്കാർ നമ്മളെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. കാരണം അതിന് അവർ ട്രെയിൻഡാണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അതിനു പറ്റിയതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആർഗ്യൂ ചെയ്ത് അവരുടെ അടുത്ത് വിജയിക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ കൾച്ചർ അതല്ലല്ലോ. ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ ഓഫീസിൽ വെച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്തു, ഉടനടി നമ്മളെ തിരിച്ച് നിലവിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരുടെ ലെവലിലേക്ക് താഴുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ശാന്തമാവുക, എന്നിട്ട് സമയം ആപ്റ്റാണെന്ന് തോന്നുന്ന സമയത്ത് അവരുടെ ഒറ്റയ്ക്ക് പോയി സംസാരിച്ച് നോക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കുക. ഓക്കെ, ചിലവർക്ക് അവരുടെ തെറ്റ് റിയലൈസ് ചെയ്തിട്ട് സോറി പറയാൻ ഉള്ള സാധ്യതകളുണ്ട്. പക്ഷെ ചിലവർ പിന്നെയും മനസ്സിലാവാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും മനസ്സിലാവാത്തവരോട് നമ്മൾ സംസാരിച്ച് സമയം കളയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്യാം. അവരുടെ അടുത്ത് സംസാരിച്ചിട്ട്, ഈ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഹേർട്ടായി, എല്ലാവരുടെ മുമ്പിലും വെച്ച് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാമായിരുന്നില്ലേ, അതായത് പ്രൈവറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു തീർക്കാമായിരുന്നില്ലേ, എന്താണ് ഉചിതം എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് സംസാരിക്കാം. അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളവരാണെങ്കിൽ അവരവരുടെ തെറ്റ് തിരുത്തും, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പോയി പറയാതിരിക്കുക. ഓക്കെ, കാരണം നമ്മൾ പലരും നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുന്നവർ അവരോട് പോയി നമ്മളെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് വീണ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ എന്താ ഉണ്ടായത്, എന്നിട്ട് ഈ കഥ ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യണ ചിലവരൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ അത് തിരിച്ചറിയില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് വേറൊരാളോട് ഡിസ്കസ് ചെയ്യരുത്. നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ടാണ്, നമുക്ക് ഉറച്ച വിശ്വാസമാണ്, പുറത്ത് ആരോടും ഇത് ഷെയർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുക. ചിലപ്പോൾ അവർക്ക് വല്ല ഐഡിയാസ് തരാൻ കാണും, ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രം, ഒന്നോ രണ്ടോ ആൾക്കാരുടെ അടുത്ത് മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാതെ എല്ലാവരോടും തന്നെ അയാളെക്കുറിച്ച് സംസാരിച്ച് വെറുതെ കാര്യങ്ങൾ കൂടുതൽ വേഴ്സാക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗം എപ്പോഴും ക്ലീനാക്കി വെക്കുക, നമ്മൾ പ്യുവറാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈ നെഗറ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിൽ പെട്ടുപോവാതിരിക്കുക, നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഇതാണ് ചില കാര്യങ്ങൾ ടോക്സിക് ആൾക്കാരായിട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ആവും. അവരെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, നമ്മുടെ ഫ്രസ്ട്രേഷൻ, നമ്മുടെ ദേഷ്യം, അതാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഒരിക്കലും വഴിയൊരുക്കി കൊടുക്കരുത്. നമ്മുടെ ഉള്ളിൽ എത്ര ബോയിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ പുറമേ ബുദ്ധനെ പോലെ ഭയങ്കര കാമായിട്ടൊരു പുഞ്ചിരിയോടുകൂടി ഫേസ് ചെയ്യുക. അത് അവർക്ക് ഒരിക്കലും സഹിക്കില്ല. അവർ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു വന്നിരിക്കും. എന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങളുടെ എന്താണ് ജോലി ആ സമയത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുക. അടുക്കളയിലാണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, വെറുതെ അവരെ നോക്കി അവർ പറയുന്നത് മനസ്സിലായി എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് മാത്രം കൊടുക്കുക, അല്ലാതെ തിരിച്ചൊന്നും പറയാൻ പോരുത്. കാരണം നമ്മൾ പെട്ടെന്ന് ഓരോ വാക്കുകൾ പറയുന്നത് നമ്മൾ റിയലൈസ് ചെയ്യാതെ അതിന്
ഭയങ്കര ഭീകരമായ കോൺസിക്വൻസസ് ഉണ്ടാവും. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് അവിടുന്ന് മാറുക, ഒന്നും പറയാൻ നിൽക്കരുത്. പിന്നെ ഒന്ന് കാം ഡൗൺ ആയിട്ട് വേണമെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ബുദ്ധനാവണോ, ഈ കലിയുഗത്ത് അതൊക്കെ പോസിബിൾ ആണോ എന്നൊക്കെ ആയിരിക്കും പലരുടെയും ചോദ്യം. പക്ഷേ ഇതാണ് ഏറ്റവും വർക്കാവാൻ പറ്റിയ ഒരു ടെക്നീക്ക്. നമ്മളിൽ നിന്നും റിയാക്ഷനും ദേഷ്യവും എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരിക്കലും അത് ഫീഡ് ചെയ്യരുത്. ഓക്കെ, അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത്. അതാണ് നമ്മുടെ ജയം. ഓക്കെ, വെറുതെ എന്തിനാണ് നമ്മുടെ മൂഡ് സ്പോയിലാക്കുന്നത് ഇങ്ങനെ ഉള്ളവരോട് സംസാരിച്ചിട്ട്? കാരണം നമുക്കറിയാം അവരെ മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അവരുടെ ക്യാരക്ടറാണ്, അത് അവരുടെ നേച്ചറാണെന്ന്. അപ്പോൾ എപ്പോഴും ഈ സ്റ്റോറി ഓർമ്മിക്കുക. അവർ തന്നിരിക്കുന്ന ഇൻസൾട്ടോ ദേഷ്യമോ ഒക്കെ നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്, അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് വേറെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കരുത്. നമ്മുടെ ജീവിതം, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ സന്തോഷം, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കോമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില ചാലഞ്ചസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൻറ്റ്സിൽ എഴുതുക. എന്നെ ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്പിംഗ് യു. നിങ്ങൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ബൈ.